സിവിയറായിട്ടുള്ള വൈകല്യങ്ങളോടുകൂടിയോ അല്ലെങ്കിൽ രോഗങ്ങളോടുകൂടിയോ ജനിക്കുന്ന കുട്ടികളെ ദയാവധം ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡയിലുള്ള ഡോക്ടേഴ്സ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. യൂത്തനേഷ്യയെ എതിർക്കുന്ന ആൾക്കാർ പൊതുവേ യൂത്തനേഷ്യ ഇക്വേറ്റ് ചെയ്യാറ് കൊലപാതകമായിട്ടോ അല്ലെങ്കിൽ ശിശുഹത്യയായിട്ടൊക്കെയാണ്. ശരിക്കും യൂത്തനേഷ്യ എന്ന് വെച്ചാൽ കൊലപാതകമാണോ? കൊലപാതകം എന്ന് വെച്ചാൽ എന്താ? ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ അയാളുടെ ജീവൻ എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ കൊലപാതകം എന്ന് പറയുന്നത്. അതിലൂടെ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഹാം കോസ് ചെയ്യുക എന്നുള്ളതാണ്. യൂത്തനേഷ്യ അല്ലെങ്കിൽ ദയാവധത്തിൻ്റെ ഉദ്ദേശം തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സഫർ ചെയ്യുന്ന ഒരാളെ അവരുടെ യാതനകളിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നുള്ളതാണ് യൂത്തനേഷ്യയുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവൻ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള യുക്തിയുമില്ല. പിന്നെ ഈ ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. യൂത്തനേഷ്യയെ എതിർക്കുന്ന ആൾക്കാർ അവർ ഭയക്കുന്നത് ഈ വൈകല്യങ്ങളോടുകൂടി ജനിച്ച കുട്ടികൾ ഇനി വളരുമ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ വേദനകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യമൊന്നുമല്ല അവർ ഭയക്കുന്നത്. അവർ ശരിക്കും ഭയക്കുന്ന സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെയാണ്, സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചറിവുകളെ, ആ പ്രോഗ്രസ്സിനെയാണ് അവർ ശരിക്കും ഭയക്കുന്നത്. ഒരു പ്രാവശ്യം യൂത്തനേഷ്യ ലീഗലായി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ജനങ്ങൾ പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങും. മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള യാതനകൾക്കുള്ള ഒരു ഉത്തരമാണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങും. ലോകത്തുള്ള പല 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 യാതനകൾക്കും ഒരു ഉത്തരം നമുക്ക് ലഭിക്കും അതിലൂടെ. പിന്നെ മരണത്തോടുള്ള അകാരണമായ ഭയം സമൂഹത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതായി തുടങ്ങും. ഈ ഒരു അന്ധവിശ്വാസത്തെ, അതായത് മരണത്തോടുള്ള അകാരണമായ ഭയത്തെ മാത്രം മുതലെടുത്തിട്ട് ജീവിക്കുന്ന പല വിഭാഗം ആളുകളും ഈ ലോകത്തുണ്ട്. അവരെയാണ് ശരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്. അവരുടെ കച്ചവടം പൂട്ടിപ്പോകും. ഈ സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ മനുഷ്യർ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ വരാം. അതായത് ജീവിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനേക്കാളും യാതനകൾ അനുഭവിക്കുന്നതിനേക്കാളും ഭേദം ജനിക്കാതിരിക്കുന്നതോ മരിക്കുന്നതാണെന്ന് മനുഷ്യർക്ക് തോന്നിയെന്ന് വരാം. അപ്പോൾ ഈ ഒരു മാറ്റത്തെയാണ് ശരിക്കും ആളുകൾ ഭയക്കുന്നത്. വൈകല്യങ്ങളുള്ള കുട്ടികളോടുള്ള യൂജനിക് ഡിസ്ക്രിമിനേഷനാണ് യൂത്തനേഷ്യ എന്ന് വരെ ഇവിടെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ശരിക്കും യൂത്തനേഷ്യ ആണോ ഡിസ്ക്രിമിനേഷൻ? അതോ ഈ കുട്ടികളെ ജീവിക്കാൻ നിർബന്ധിക്കുന്നതാണോ ശരിയായ ഡിസ്ക്രിമിനേഷൻ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വായിൽ ട്യൂമറോട് കൂടി ജനിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് ഭക്ഷണം വായിൽ വെക്കുമ്പോൾ ചോര ഛർദ്ദിക്കുന്ന അവസ്ഥയായിരിക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റു കുട്ടികൾ അടുത്തിരുത്തില്ല, അവരൊറ്റപ്പെടുത്തും ആ കുട്ടിയെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ കുട്ടികളെ വളരാൻ നിർബന്ധിക്കുന്നതല്ലേ ശരിയായ ഡിസ്ക്രിമിനേഷൻ, ശരിയായ ക്രൂരത? ഇതെപ്പോഴാണ് സമൂഹം തിരിച്ചറിയുക?